ഈ ഗൗരിപ്പെണ്ണെ മച്ചിപ്പെണ്ണെ മക്കളുടെ വേദന അറിയില്ലേ എന്ന് 1959 പിന്നീട് 69 അതിങ്ങനെ തുടരുന്നുണ്ട്. അത് തുടർച്ചയായിട്ട് വിളിച്ചുകൊണ്ടിരിക്കുന്ന പ്രയോഗങ്ങളാണ്. എന്നിട്ട് പറയുന്നുണ്ട് അന്നും ഒരു സെക്സിസ്റ്റ് പ്രയോഗം. ആ മുദ്രാവാക്യം ഒരു നീണ്ട മുദ്രാവാക്യമാണ്. അതാണ് മച്ചിപ്പെണ്ണെ. എന്നിട്ട് പറയുന്നൊരു വാടി ഗൗരി കയറുപിരിക്കാൻ. നോക്കൂ ഏത് രീതിയിലാണ് വാടി ജാതീയതയുണ്ട്. അപ്പം ജാതീയതയുണ്ട്, സെക്സിസം ഉണ്ട്, കാസ്റ്റിസം ഉണ്ട്, ജാതീയതയുണ്ട്. എന്നിട്ട് അതിനകത്ത് വീണ്ടും പറയുന്നുണ്ട് അരിവാളന്തിന് തോമാച്ച ഗൗരി ചോത്തിയെ ചൊറിയാനോ എന്ന് പറയുന്നത്. എന്നിട്ട് പറയുന്നുണ്ട് അരുണേ, ആ കാലഘട്ടത്തിൽ നമ്മൾ എത്രയേറെ മുന്നോട്ട് പോയി. ഞാനതാ പറയാൻ വന്നത്. ആ കാലഘട്ടത്തിൽ നിന്ന് മുന്നോട്ട് പോയി എന്ന് നമ്മൾ പറയുമ്പോഴും അതാണ്. പക്ഷെ നമ്മുടെ സമീപനം ഇതാണ്, അതാണ് പ്രശ്നം. നോക്കൂ, എന്നിട്ട് അതിനകത്ത് ഞാൻ ആ വാചകമാണ് പറയാൻ വന്നത്. അതായത് നമ്പൂതിരിയുടെ മടിയിൽ കയറിയിരിക്കും. അതാണ് ഗൗരിച്ചോത്തിയെ മടിയിലിരുത്തി നാടു ഭരിക്കും നമ്പൂരി. ഈ പരാമർശം നടത്തുന്നത് അന്നാണ് ഈ 75 വർഷം മുമ്പാ. അല്ല, ഗൗരിയമ്മയെ കുറിച്ച് പിന്നെ KR ഗൗരി പച്ചരിക്കള്ളി മച്ചിപ്പെണ്ണെ ഓർത്തോളൂ എന്ന് പറഞ്ഞിട്ട് മുദ്രാവാക്യം വിളിച്ച സമയത്താണ് ഗൗരിയമ്മയുടെ വിഖ്യാതമായ പറച്ചിലുള്ളത്. ലാത്തിക്ക് ഉത്പാദനം ചെയ്യാൻ കഴിയുമായിരുന്നു, എനിക്ക് ഒരുപാട് കുട്ടികൾ ഉണ്ടാകുമായിരുന്നു എന്നുള്ള ഗൗരിയമ്മയുടെ വിഖ്യാതമായ പ്രസ്താവമൊക്കെ വരുന്നത് ആ കാലഘട്ടത്തിൽ. നമ്മൾ പറയുന്നത്